എല്ലാവർക്കും നമസ്കാരം. ഈ അത്തിക്കായ പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ് വരും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞ പോലെയാ കേരളത്തിൽ ഈ റംബുട്ടാൻ, മംഗോസ്റ്റിൻ, അവക്കാഡോ ഒക്കെ വിളവെടുപ്പിൻ്റെ ഒരു സമയം ആകുമ്പോൾ നിപ്പ എന്ന് പറഞ്ഞ വൈറസ് അത് വാവലിലൂടെ അങ്ങ് പ്രത്യക്ഷപ്പെടും. അതോടുകൂടി റംബുട്ടാൻ്റെയും മംഗോസ്റ്റിൻ്റെയും വില കുത്തനെ അങ്ങ് ഇടിയും. ഇതിനകത്തെ വിരോധാഭാസം എന്താണെന്ന് ചോദിച്ചാൽ, കോഴിക്കോടുള്ള ഒരു ഡോക്ടറും പൂന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ഉദ്യോഗസ്ഥനും ആണ് എല്ലാ വർഷവും ഈ റംബുട്ടാനും മംഗോസ്റ്റിനും പഴുക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ വിളവെടുപ്പിൻ്റെ സമയത്ത് മാത്രം ഈ വൈറസിനെ കണ്ടുപിടിക്കുന്നത്. ഇനി ഇവരുടെ ഗൂഢാലോചനയിൽ വടക്കൻ കേരളത്തിലെ ഒരു പ്രമുഖ വനിതാ രാഷ്ട്രീയ നേതാവും ഉണ്ട്. ഇവർ മൂന്ന് പേരും കേരളത്തിലെ ഹോൾസെയിൽ ഫ്രൂട്ട്സ് വ്യാപാരികളും ഫ്രൂട്ട്സ് കയറ്റുമതിക്കാരും ചേർന്നാണ് വർഷങ്ങളായി റംബുട്ടാൻ, മംഗോസ്റ്റിൻ അതിൻ്റെ വിളവെടുക്കുന്ന സമയത്ത് ഈ വൈറസിനെ കണ്ടുപിടിക്കുന്നത്. ഇതിൽ രസം അതിനപ്പുറത്തൊരു കാര്യം കൂടെ ഉണ്ട്. ഈ റംബുട്ടാൻ്റെയും മംഗോസ്റ്റിൻ്റെയും വിളവെടുപ്പ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് തകർത്ത് കഴിഞ്ഞാൽ പിന്നെ ആ വർഷത്തേക്ക് നിപ്പായും ഇല്ല, നിപ്പ വൈറസും ഇല്ല, നിപ്പ രോഗവുമില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം, മാങ്ങയുടെ ആ മൂപ്പ് സമയമായി കഴിഞ്ഞാൽ ഈ വൈറസിൻ്റെ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞാൽ ഇവരുടെ കണ്ടുപിടുത്തം അനുസരിച്ച് മാങ്ങായെ വാവൽ കടിക്കാറില്ല. ഇനി നമ്മൾ നോക്കുമ്പോൾ ചക്ക പഴുത്ത് കഴിഞ്ഞാൽ ചക്കയിൽ ഈ നിപ്പ വൈറസ് ഉള്ള വാവൽ കടിക്കാറില്ല. പേരയ്ക്കായാൽ ഈ വാവൽ കടിക്കാറില്ല. വേറെ അതുപോലെ വില കുറഞ്ഞ കേരളത്തിലുള്ള ഒരു ഫ്രൂട്ട്സിലും ഈ സാധനം കയറി കടിക്കാറില്ല. എല്ലാ വർഷവും ഈ നിപ്പ വൈറസ് കടിക്കുന്നത് റംബുട്ടാനേലും മംഗോസ്റ്റിനേലും മാത്രമേ ഉള്ളൂ ഒരു ഭാഗം. രണ്ട്, ഈ നിപ്പ ഉള്ള വാവൽ പ്രത്യക്ഷപ്പെടുന്നത് മിക്കവാറും വടക്കൻ കേരളത്തിലാണ്, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ. നമ്മൾ മനസ്സിലാക്കണം, ഇതിൻ്റെ പുറകിൽ രാജ്യദ്രോഹികളായ, സാമൂഹ്യ ദ്രോഹികളായ, മലയാള കർഷകരെ ദ്രോഹിക്കുന്ന ചില മലയാളികൾ ഇതിൻ്റെ പുറകിലുണ്ട് ഉറപ്പായിട്ടും. ഒരുത്തനൊരു പരസ്യം കൊടുത്തു, എൻ്റെ പാമോയിലിൽ മായം കണ്ടുപിടിക്കുകയാണെങ്കിൽ 500 പവൻ സമ്മാനം ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞാൽ മായം തെളിയിക്കണം. എന്നിട്ടുണ്ടല്ലോ, ടെസ്റ്റ് ചെയ്യുന്ന ലാബിലെ ശാസ്ത്രജ്ഞൻ എന്ന പേരിൽ ഒരു പരമദ്രോഹിയുണ്ട്. അവരുമായി ചേർന്നിട്ടാണ് ഈ പരസ്യം കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഈ പരസ്യത്തിന് കണ്ടുപിടിച്ചിട്ട് ഈ പാമോയിലുമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യുന്ന ശാസ്ത്രജ്ഞൻ ഇവൻ്റെ ടീമിൽപ്പെട്ടവനാണ്. അങ്ങനെയാണെന്ന് ഞാൻ അറിഞ്ഞ് അന്ന് തൊട്ട് ഞാൻ ആ പാമോയിൽ മേടി പരിപാടി അങ്ങ് നിർത്തി വെച്ചു. പരസ്യം എത്രയാ എൻ്റെ അതിനകത്ത് ഉണ്ടെങ്കിൽ മായം ഉണ്ടെങ്കിൽ 500 പവൻ കൊടുക്കും. 500 പവൻ പോയിട്ട് ഒരിക്കലും മായം കണ്ടുപിടിച്ച് കൊടുക്കുകയില്ല എന്ന് തീരുമാനിച്ച ശാസ്ത്രജ്ഞൻ എന്ന ദ്രോഹിയും കൂടി അവൻ്റെ കൂടെ ഉള്ളപ്പം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കേരളത്തിലെ കർഷകന് റബ്ബറും തെങ്ങും ജാതിയും ഒന്നും ഒരു തരത്തിലും ലാഭമല്ലാത്ത സാഹചര്യത്തിലാണ് അവനതെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ഈ റംബുട്ടാനും മംഗോസ്റ്റിനും കൃഷി തുടങ്ങിയത്. 6 വർഷം മുമ്പ് വരെ റംബുട്ടാനും മംഗോസ്റ്റിനും കൃഷി ലാഭകരമായിരുന്നു. എന്ന് പറഞ്ഞാൽ കൃഷിക്കാരൻ ഒരു 110 രൂപ വരെയൊക്കെ കിലോയ്ക്ക് കിട്ടുമായിരുന്നു. നമ്മളിത് കൃഷി ചെയ്ത് ഇതിൻ്റെ വിളവ് ഏതാണ്ടൊന്ന് ചനയ്ക്കാൻ തുടങ്ങി കഴിയുമ്പം, എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് പഴുത്ത് തുടങ്ങി കഴിയുമ്പം ഹോൾസെയിൽ പഴക്കച്ചവടക്കാർ വരികയും അവരുടെ ചിലവിൽ അവരതിന് വലയിടുകയും പഴങ്ങൾ പാകമാകുമ്പോൾ കച്ചവടക്കാരുടെ ചിലവിൽ തന്നെ പറിച്ച് പെട്ടിയിലാക്കി തൂക്കം നോക്കി കിലോയ്ക്ക് 110 രൂപ വരെ കൃഷിക്കാരന് കൊടുക്കുമായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്. അത് പറിച്ച് കൃത്യമായിട്ട് പെട്ടിക്കകത്ത് വെച്ച് അത് പെട്ടിത്തിലാശയെ തൂക്കി കറക്റ്റായിട്ട് പൈസ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കൃഷിക്കാരൻ്റെ ചിലവെന്ന് പറഞ്ഞാൽ വർഷത്തിൽ 2 പ്രാവശ്യം ചാണകം ഇടണം, പിന്നെ വെള്ളം നനയ്ക്കണം. ഈ ഡ്രിപ്പ് ഇറിഗേഷൻ അങ്ങ് പിടിപ്പിക്കുകയാണെങ്കിൽ എപ്പോഴും ഈ മരത്തിൻ്റെ ചുവട്ടിൽ ഇച്ചിരിച്ചേ വെള്ളം വീണോളും. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ കാകൾ വലുതാകാനും കാകൾക്കകം കൂടുതൽ ജ്യൂസി ആകാനും ഇതിന് മാന്യമായ തൂക്കം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിക്കാരനെ സംബന്ധിച്ച് ഈ 2-3 കാര്യങ്ങൾ ചെയ്താൽ മതിയായിരുന്നു. തന്നെയുമല്ല, പ്രായമായ ഒരു മരത്തിൽ നിന്ന് ഒരു 5 വർഷമൊക്കെ പ്രായമുള്ള ഒരു മരമാണെങ്കിൽ, നല്ലപോലെ പരിചരിക്കുന്ന മരമാണെങ്കിൽ, അതിൽ നിന്ന് ഒരു 300 കിലോ മുതൽ 500 കിലോ വരെ ഫ്രൂട്ട്സ് ലഭിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു മരത്തിൽ നിന്ന് ഏതാണ്ട് 30,000 രൂപ മുതൽ 55,000 രൂപ വരെ വരുമാനം ലഭിച്ചിരുന്നു. നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ റംബുട്ടാനൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ 1 ഏക്കർ സ്ഥലത്തിൽ ഏതാണ്ട് 100 മരം വെക്കാം. ആ സ്ഥലത്ത് മംഗോസ്റ്റിനാണെങ്കിൽ ഒരു 80 എണ്ണം വരെയൊക്കെ വെക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. റംബുട്ടാനെ സംബന്ധിച്ച് അതിന് വളരെ കേടുകളും കുറവാണ്.
അതിൻ്റെ കായ്ക്കും കേട് കുറവാ, മരത്തിനും കേട് കുറവാ, മരത്തിന് കാറ്റും പിടിക്കുകയില്ല, ഒടിയുകയില്ല. അങ്ങനെയെല്ലാമാണ് കൃഷിക്കാരനെ ഈ കൃഷിയിലേക്ക് ആകർഷിച്ചത്. 2ാം വർഷം മുതൽ കായ ലഭിച്ചു തുടങ്ങുകയും ചെയ്യുന്നതുകൊണ്ട് കൃഷിക്കാരൻ അത്യാവശ്യം ചിലവൊക്കെ അകത്തുനിന്ന് നടക്കുകയും ചെയ്യും. കൃഷിക്കാരനെ സംബന്ധിച്ച് മംഗോസ്റ്റിൻ കൃഷിയും പിന്നെ ഈ റംബുട്ടാൻ കൃഷിയൊക്കെ റബ്ബറിലും തെങ്ങിലുമൊക്കെ ആദായകരമായിരുന്നത് കൊണ്ടാണ് കൃഷിക്കാരൻ എന്നാ കാണിച്ചു, റബ്ബറെല്ലാം കൂട്ടത്തോടെ അങ്ങ് വെട്ടിക്കളഞ്ഞു. എനിക്കറിയാവുന്ന ഒരു കൃഷിക്കാരൻ ഒരു 10 ഏക്കറോളം റബ്ബർ വെട്ടിക്കളഞ്ഞിട്ട് അങ്ങേര് അത് മുഴുവൻ റംബുട്ടാൻ വെച്ചു. നല്ല നീരോട്ടമുള്ള സ്ഥലങ്ങൾ, ഈ താഴ്വാരങ്ങളൊക്കെ സ്ഥലങ്ങളിൽ മംഗോസ്റ്റിനും കൂടെ കൃഷി തുടങ്ങി. ഇപ്പോൾ കേരളത്തിൽ കൃഷിക്കാർ പിടിച്ചു നിൽക്കുന്നത് മംഗോസ്റ്റിൻ, പിന്നെ റംബുട്ടാൻ, അപൂർവം ചിലരൊക്കെ അവക്കാഡോ, പിന്നെ കൂടുതലും പൈനാപ്പിൾ, ഇവയിലൊക്കെയാണ് ഇവർ കൃഷിക്കാർ പിടിച്ചു നിൽക്കുന്നത്. ഇതിൽ തന്നെ പ്രധാനം ഞാൻ മനസ്സിലാക്കുന്നത് റംബുട്ടാനും പൈനാപ്പിളുമാണ്. ഇത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുകൊണ്ട് സ്ക്വാഷ് ഉണ്ടാക്കാം, ജാം ഉണ്ടാക്കാം, അച്ചാറുകൾ ഉണ്ടാക്കാം, ജ്യൂസ് ആക്കിയിട്ടുണ്ടാക്കാം. പിന്നെ ഇതിൻ്റെ എസൻസ് എടുത്ത് അങ്ങനെ ഒരു സംവിധാനം ചെയ്യാം. പിന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണങ്ങി പൊടിച്ചെടുത്താൽ ഇതിൽ നിന്ന് പ്രത്യേക രീതിയിലുള്ള പൗഡറുകൾ ഉണ്ടാക്കാം. വേണ്ടി വന്നാൽ ഇതിൽ നിന്ന് മദ്യം വാറ്റിയെടുക്കാം. ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തനി നാടൻ വാറ്റ് വരെ ഇതിനകത്തു നിന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ കൃഷിക്കാരെ സംബന്ധിച്ച് ഇവരിതൊന്നും ചെയ്യുന്നില്ല. അവർ പഴങ്ങളുണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവർ കൃഷി ചെയ്യുന്നു, അവരത് കൃത്യമായിട്ട് അതിന് ചാണകം ഇടുന്നു, അല്ലെങ്കിൽ വളമിടുന്നു, അവർ കൃത്യമായിട്ട് വെള്ളമൊഴിക്കുന്നു. പഴങ്ങൾ പാകമാകുന്ന സമയത്ത് വൻകിട വ്യാപാരികളും, ഞാൻ ഈ ആദ്യം പറഞ്ഞ ഡോക്ടറും വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഈ കുഴ പറഞ്ഞ ഉദ്യോഗസ്ഥനും ഈ വടക്കൻ കേരളത്തിലെ പ്രസിദ്ധ വനിതാ രാഷ്ട്രീയ നേതാവും ചേർന്ന് നിപ്പ വാവലിനെ വിളിക്കുന്നു. വാവൽ ഹെലികോപ്റ്റർ പിടിച്ച് വടക്കൻ കേരളത്തിൽ വന്നിറങ്ങുന്നു. വാവൽ കോഴിക്കോടുള്ള ഡോക്ടറെയും പിന്നെ വൈറോളജി ഉദ്യോഗസ്ഥനെയും വനിതാ രാഷ്ട്രീയ നേതാവിനെയും വൻകിട ഫ്രൂട്ട്സ് വ്യാപാരികളെയും ഒക്കെ കണ്ണുറുക്കി കാണിക്കും. ഞാനിവിടെ വന്നിട്ടുണ്ട്, ഞാനിത് അഡ്ജസ്റ്റ് ചെയ്തു തരാം എന്നെല്ലാം പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞിട്ട് ഈ മിക്കവാറും ഈ കോഴിക്കോട് ചുറ്റുവട്ടത്താണ് ഈ നിപ്പ വൈറസ് ഉള്ള വാവൽ വരുന്നത്. എന്നിട്ട് ഏതെങ്കിലും ഒരു പനിക്കാരനെ പിടിച്ച് ആശുപത്രിയിലോട്ട് കിടത്തും. അവൻ്റെ സാമ്പിൾ എടുത്ത് പരിശോധിക്കാൻ പൂനായിലോട്ട് അയക്കും. 5-6 വാവലിനെ തല്ലിക്കൊല്ലും. എന്നിട്ട് ഇതിനെയും കൂടി അങ്ങോട്ട് അയക്കും. എന്നിട്ട് എന്നാ കാണിക്കുന്നറിയാവോ, നിലവിൽ കേരളത്തിൽ നിപ്പ പകരുന്നു എന്നും പറഞ്ഞ് വാർത്ത കൊടുക്കും. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇവന്മാർ ഈ ഒരുത്തൻ്റെ സമ്പർക്കത്തിൻ്റെ ഒരു പടവും കൂടെ വരയ്ക്കും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് അവലോടിലൂടെ എല്ലാം പോയതെല്ലാം കൂടെ വരച്ച് ഇതെല്ലാം കൂടെ വിട്ട് കുറച്ച് ചില്ലറ മേടിക്കുന്ന വാർത്താകാരകം സംഘടിപ്പിച്ച് ഇതങ്ങോട്ട് കയറ്റിവിടും. അതോടുകൂടി എന്ത് വരും, 110 രൂപ ഒക്കെ കൃഷിക്കാരന് കിട്ടേണ്ട സാധനം കുത്തനെ താഴോട്ടിടിയും. ഇത് കൃഷിക്കാരൻ്റെ വയറ്റത്തടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതുകൊണ്ട് ഈ അടിയുടെ ബാക്കി പത്രം എന്താണെന്നറിയാമോ, ഈ വർഷം പല സ്ഥലങ്ങളിലും റംബുട്ടാൻ കിലോയ്ക്ക് 40 രൂപയായി. 40 രൂപ വരെ വിലയിടിച്ചു. അപ്പോൾ തന്നെ ചില വൻകിട കൃഷിക്കാർക്ക് എന്ന് പറഞ്ഞാൽ വിരലിലെണ്ണാവുന്ന ആളുകൾക്ക് പഴങ്ങൾക്ക് 110 രൂപ കിലോയ്ക്ക് വ്യാപാരികൾ എടുക്കുകയും ചെയ്യും. എന്നിട്ട് അവരെ കൊണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ, അതായത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വീഡിയോ ഇടിയിക്കുക. പലവർഗ്ഗ കൃഷിയെക്കുറിച്ചും അതിൻ്റെ ലാഭത്തെക്കുറിച്ചും അതിൻ്റെ വിപണനത്തെക്കുറിച്ചും അതിൻ്റെ തൈകൾ ലഭിക്കുന്നതിനെക്കുറിച്ചും പിന്നെ നിരന്തരം വീഡിയോ അങ്ങോട്ട് ഇടുക. എന്നിട്ട് വേറൊരു വശത്തൂടെ വാവലിൽ നിന്ന് പന്നിയിലേക്കും പന്നിയിൽ നിന്ന് മനുഷ്യനിലേക്കും നിപ്പ വൈറസ് പകരുന്നു എന്നാണ് പ്രചാരണം. ഈ റംബുട്ടാനും മംഗോസ്റ്റിനും വിളവെടുക്കുന്ന സമയമാകുമ്പോഴത്തേനും എവിടെയെങ്കിലും ഒരു പനിക്കാരനെ പിടിച്ച് ഡോക്ടറുടെ, അതായത് ഞാൻ ആദ്യം പറഞ്ഞ ഡോക്ടറെ അടുത്ത് കൊണ്ടേ അങ്ങ് അഡ്മിറ്റ് ചെയ്യുന്നു. സാമ്പിൾ എടുക്കുന്നു, വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കൊള്ളക്കാരൻ്റെ അടുത്തവരേക്ക് പരിശോധനയ്ക്ക് വിടുന്നു. 5-6 വാവലിനെ തല്ലിക്കൊന്നു, അതിനെ പരിശോധനയ്ക്ക് വിടുന്നു. ഉടനെ ആരോഗ്യ പ്രവർത്തകർ രോഗിയുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നു, റൂട്ട് മാപ്പ് വരയ്ക്കുന്നു, പത്രസമ്മേളനം നടത്തുന്നു, പത്രവാർത്ത പുറത്തിറക്കുന്നു. അതോടുകൂടി സംഭവിക്കുന്ന എന്നാണെന്നറിയാവോ, ഇതിൻ്റെ എല്ലാ ഉദ്ദേശം എന്നാന്ന് ചോദിച്ചാൽ ഈ റംബുട്ടാൻ്റെയും മംഗോസ്റ്റിൻ്റെയും വില കുറയ്ക്കുക എന്നുള്ള വൻകിട വ്യാപാരികളുടെ പുറകിലുള്ള കളിയാണ്. ഇത് തൂക്കുന്നങ്ങ് ഇടിയും. കാരണം റംബുട്ടാൻ തിന്നരുത്, തിന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് നിപ്പ വരും. ചുള വിലയ്ക്ക് 1 മാസം കൊണ്ട് റംബുട്ടാനും മംഗോസ്റ്റിനും വാങ്ങി ഈ വൻകിട കച്ചവടക്കാർ കൊള്ള ലാഭം ഉണ്ടാക്കും. വനിതാ രാഷ്ട്രീയ നേതാവിനും ഈ ഡോക്ടറിനും ഈ വൈറോളജിസ്റ്റിനും സിങ്കിടികൾക്കും എല്ലാം വീതം കൊടുക്കുന്നു. അവർ തട്ടിക്കുന്നു, കൊഴുക്കുന്നു, വീർക്കുന്നു. കൃഷിക്കാരൻ കുത്തുപാളയെടുക്കുന്നു. വിരോധാഭാസം പറയട്ടെ, എന്നാ വിലയിടിഞ്ഞാലും പഴങ്ങൾ മുഴുവൻ മേടിക്കുന്നുണ്ട് 40 രൂപയ്ക്കാണെങ്കിലും. ആളുകൾ വാങ്ങുന്നുമുണ്ട്, വൻതോതി കയറ്റുമതി ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഈ പഴം കഴിക്കുന്നവർക്ക് ആർക്കും നിപ്പ വരുന്നില്ല. പഴം തിന്നുന്ന ഒരു സായിപ്പിനും ഒരറബിക്കും നിപ്പ വരുന്നില്ല. നിപ്പ കറങ്ങുന്നത് കേരളത്തിൽ മാത്രം. നിപ്പ വൈറസിന് വിദേശത്തേക്ക് പോവുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഈ പഴം ഇങ്ങോട്ട് മേടിച്ച് പായ്ക്ക് ചെയ്ത് ഇവിടുന്ന് കയറ്റി അയക്കുമ്പം അതിനകത്തുനിന്ന് വൈറസ് നാട്ടിലോട്ടിറങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ മാത്രമേ ഈ വൈറസിന് നിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ പറയുന്നത് സത്യമാണോ ഇല്ലയോ നിങ്ങൾ തന്നെ ചിന്തിക്കുക.
മലയാളികളായ ചില സാമൂഹിക ദ്രോഹികൾ നടത്തുന്ന ഈ കൊള്ള നിങ്ങൾ കണ്ണു തുറന്ന് കാണണം. ഇനി ഇതിന് പരിഹാരം എന്താണെന്ന് പറയാം. കൃഷിക്കാർ സംഘടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സംഘടന ഉണ്ടാക്കി അവിടെ എവിടെയും കൂടുക എന്നല്ല, കുറേ ഒരു പ്രയോജനമില്ലാത്ത റാലി നടത്തുക എന്നല്ല. അതല്ലാതെ അവരുടെ ഉൽപ്പന്നങ്ങൾ അവർ തന്നെ ശേഖരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കണം. പഴങ്ങൾ ഉപയോഗിച്ച ജാം, സ്ക്വാഷ്, അച്ചാറുകൾ, എസൻസ്, ജ്യൂസ് ഒക്കെ ഉണ്ടാക്കണം. അത് വിപണിയിലെത്തിക്കണം. അതിനുള്ള വിപണിയും കണ്ടെത്തണം. പഴങ്ങളുടെ തൊണ്ടുകൾ ജൈവവളങ്ങളാക്കണം. അത് നടപ്പാക്കുന്നില്ലെങ്കിൽ നമ്മൾ വേറൊരു പഴഞ്ചൊല്ല് പറയാം, കപ്പ തീരുമ്പോൾ പന്നിയുടെ കഴപ്പ് തീരും എന്ന് പറഞ്ഞതുപോലെ ഈ ഫലവർഗ്ഗ കൃഷി, അതായത് റംബുട്ടാനും മംഗോസ്റ്റിനും അതുപോലെ അവക്കാഡായും ഉൾപ്പെടെ ഇതൊന്നും ലാഭകരമല്ല എന്ന് കൃഷിക്കാരൻ മനസ്സിലാക്കുമ്പോൾ അയാൾ വൃക്ഷങ്ങൾ വെട്ടിക്കളയും. അതോടുകൂടെ കോഴിക്കോടുള്ള ഡോക്ടറുടെയും വൈറോളജിസ്റ്റിൻ്റെയും വടക്കൻ കേരളത്തിലെ പ്രമുഖ വനിതാ നേതാവിൻ്റെയും പഴവ്യാപാരികളുടെയും വൻകിട പഴ കയറ്റുമതിക്കാരുടെയും കഴപ്പ് തീരും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും കൃഷിക്കാരൻ്റെ പുക കാണും എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടും ഇതോട് ചേർത്ത് ഒരു കാര്യം കൂടെ പറയണം. കേരളത്തിലെ അഴുക്ക് ചാലുകളിൽ കോടാനുകോടി എലികളുണ്ട്. ഈ എലികൾ പ്ലേഗ് പരത്തും എന്നത് എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ചോദിച്ചാൽ, ഈ എലിയെ പ്ലേഗ് പരത്തും എന്ന് പറഞ്ഞു പരത്തിയാൽ അതിൻ്റെ പേരിൽ ലാഭം ഉണ്ടാകുന്ന ബിസിനസ് ഒന്നും നടത്താൻ പറ്റുകയില്ലാത്തത് കൊണ്ടാണ് എലിയെ വിട്ടിട്ട് വാവലിനെ പിടിച്ച് ചില സാമൂഹ്യ ദ്രോഹികൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഇതിന് എതിരെ ഒരു സാമൂഹിക വിപ്ലവം തന്നെ ഉണ്ടാകണമെന്നും ഈ ഇടയ്ക്ക് നിന്ന് ലാഭം കൊയ്യുന്ന വൻകിട കച്ചവടക്കാരെയും അവരുടെ പ്രതിനിധികളായി നിൽക്കുന്ന ഞാൻ ഈ പറഞ്ഞ ഡോക്ടറെ പോലെയും ഈ വൈറോളജിസ്റ്റിനെ പോലെയും ഈ പ്രമുഖ രാഷ്ട്രീയ നേതാവ് വനിതയായിട്ട് പോലും അവൾ ഈ പരിപാടി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് അക്രമമല്ലേ? നമ്മളിത് തിരിച്ചറിഞ്ഞ് ഇതിനെതിരെ മുന്നോട്ടെങ്കിലും പോയില്ലെങ്കിൽ പഴക്കൃഷിയും തീരും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.